guys. Welcome back to the channel. Guys, എന്താണ് ഇവ? അല്ലേ ലാല പറഞ്ഞോട് എങ്ങനെയാണെന്ന്? നമ്മൾ ലാല ഇതെന്താ ഇത് ഹമ്മേഴ്സാ? സമ്മർ. സമ്മറിന്റെ ടീഷർട്ട് ഒക്കെ ആണ് യാറിട്ടിട്ടുള്ളത് അല്ലേ? നമ്മൾ ചിരിക്കാൻ നോക്കട്ടെ. യാരെന്നെ ഇടക്കിടക്ക് ഞാൻ ചിരി യാരാ യാരകുടി യാരകുടി യാരാ യാരകുടി. രക്ഷയില്ല. പാല് കുടിച്ച് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് ഉണ്ടാവും. അതിൽ പൊരിഞ്ഞ ചിരിയാണ് അല്ലേ ഇവ? ഇപ്പൊ പാല് കൊടുത്തിട്ടില്ല, ഉറക്കം എണീച്ചുള്ളതാണ്. അത്ര മൂടില്ല മൂപ്പർക്ക് അല്ലേ ഗൈസ്? അപ്പൊ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോവാണ്. ഓക്കെ, ഇപ്പൊക്കെ എന്താ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങാണ്ട് പറഞ്ഞു. അപ്പൊ ഞാൻ ഉള്ളോട്ട് കയറുന്നൊന്നുമില്ല, നമുക്ക് ആവശ്യമുള്ള ഈ മേടിച്ചോട്ടോ. യെസ് ഗൈസ്, അപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ നാടാണ്. ഫസ്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഭയങ്കര ഇഷ്ടപ്പെടണം ബിക്കോസ് എന്റെ വീട്ടിൽ ആരും ഇല്ല ഗൈസ്. എല്ലാരും എറണാകുളത്താണുള്ളത്. നമ്മളെ ഫലക്കിന്റെ വീട്ടിലാണുള്ളത്. ബംഗൂന് എൻട്രൻസ് എക്സാം ആലുവയിൽ എങ്ങനെയാണ് കിട്ടിയത്, എറണാകുളത്ത്. അപ്പോൾ അവിടെ നിന്ന് ഇനിയിപ്പോൾ 8-ാം തീയതി 9-ാം തീയതി ഒക്കെ കൊണ്ട് വരുള്ളൂ. അതിനെക്കൊണ്ട് ഞാൻ ഇവന്റെ വീട്ടിൽ പോസ്റ്റാ. ഞാൻ എന്റെ വീട്ടിൽ ഒറ്റക്ക് പോയാൽ അവിടെ തിന്നാൻ പോലും ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല, അതിനെക്കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവന്റെ വീട്, ഈ നാടും. നമ്മള് പണ്ടത്തെ ദിലീപ് പറഞ്ഞ പോലെ വീട്ടിൽ പറഞ്ഞാല് ഇവന്റെ ഈ നാടും ഇതൊക്കെ. നമ്മള് ദിലീപ് ഒരു പടത്തിൽ പറഞ്ഞില്ലേ, നമ്മളെ നാടും ആ റേഷൻ ഷോപ്പ് സൈക്കിളും ആ ഒരു വൈബാ കൈസോടെ അല്ലേ ഇവ? അതെ, ഒരു നല്ലൊരു കോമഡി വൈബാണ്. എന്തായാലും നമുക്ക് പോകാം. ഇനി ഹിബക്ക് സൂപ്പർ മാർക്കറ്റിൽ പോകാണ്ട്. ഹിബക്ക് ഇനി ബ്യൂട്ടി പാർലറിലൊക്കെ പോകേണ്ടി വരും കുറച്ച്. നന്നായി. അതിനെക്കൂടെ തന്നെ എന്റെ മുഖത്ത് നല്ല ഐശ്വര്യമുണ്ട്. അത് ബ്യൂട്ടി പാർലറിൽ പോയാൽ എങ്ങനെ കുരു പോകും? ഓക്കെ. അപ്പൊ അതാണല്ലേ. ഹിബന്റെ വീടൊക്കെ ഒരു അഡ്വഞ്ചറസ് ഏരിയയിലാണ് ഹിബന്റെ വീടുള്ളത്. നല്ല കാമൻ ക്വൈറ്റ് ആണല്ലേ അവിടെ ഹിബ? അതെ, ഇവിടെ ആരും വരില്ലേ വീട് എടുക്കാൻ. അതിനെ കൊണ്ട് ഓ ശരി. പിന്നെ എന്റെ ജേഴ്സി നോക്കൂ, സെക്കൻഡ് ആണ്. ഫസ്റ്റ് അല്ല, ഈ കൊല്ലം നമ്മൾ ലീഗ് അടിക്കും. കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് പഴംപൊരി വ്യത്യാസത്തിന് മിസ്സായി പോയില്ല ഹിബ. ഞാൻ ഇവിടെ ചായ അടിക്കുന്നത് മറ്റേ രാമചന്ദ്രേട്ടനാണല്ലോ. ബൂസ്റ്റ് ആയിരിക്കും. അപ്പൊ ഞാനിവിടെ നിന്ന് നല്ല ഏരിയ ആണ്. ഇവിടെ നിന്ന് ചായ കുടിക്കാൻ നല്ല ബെസ്റ്റ് സ്പോട്ടാ. നമുക്കൊരു ചായയൊക്കെ വാങ്ങി വരാം. അതന്നെ വേണം. വലിയ ഓവറാക്കിട്ടേ എന്നോട് വലിയ ഡയലോഗ് അടിച്ചതാ. കിട്ടും, സ്പോട്ടില് കിട്ടും. അത് പിന്നെ ഒന്നുമില്ല, അപ്പം സ്പോട്ടിലാണ്. ചായ അടിക്കാൻ ബാസു എത്തിയിട്ടുണ്ട്. ചായ വേണോ? ചായ വേണം. ചായ ഉണ്ട്, വട ഉണ്ട്. ഇതാണ് ബൂസ്റ്റ്. ഇപ്പൊക്കെ ബൂസ്റ്റ് ഉണ്ട്. എനിക്ക് ആ കൊട്ട എടുക്കാൻ തന്നാ മതി. ആ കൊട്ട എനിക്ക് വേണം. കൊട്ട വേണോ? അല്ല, ഓളപ്പുരം ഞാൻ പിടിക്കാം, ഈ കുടിച്ചോ. ഓക്കെ, ഒരു മിനിറ്റ്. എനിക്ക് ചായ വേണോ? ഇവിടെ തിന്നോ, ഇങ്ങോട്ട് പോയി. കിട്ടിയാ തിരക്കേടില്ലാന്ന് തോന്നുന്നു. എന്തോ ചായ ചായ അല്ല, ബൂസ്റ്റ് ആണ് അങ്കിളുള്ളത്. കുടിച്ചോ. നല്ല ചൂടുണ്ട്. വിടല്ലേ, എനിക്ക് ആ പ്ലാസ്റ്റിക് കൊടുക്കാതാ. നല്ല ചൂടുണ്ട്. അതിന് കടിയുണ്ട്. ബൂസ്റ്റാ ഇപ്പൊ ഭയങ്കര ആരോഗ്യത്തിന് കേടാവുന്നു ബൂസ്റ്റ്. ആദ്യം വീഡിയോന്നൊക്കെ ബൂസ്റ്റ് ചെയ്ത് ചോദിച്ചാൽ അപ്പൊ ബൂസ്റ്റ് ചെയ്യില്ല. അവിടെ വെക്കണ്ട. പഴംപൊരി ഉണ്ട്. I love this. വെയിറ്റിംഗിലാ. അപ്പുറത്ത് നല്ല പോയ കേട്ടോ, ഫുള്ള് പോയാണ് അല്ലേ? ആടന്റെ വരും. കുട്ടിക്കുട്ടാ
മമ്മി ചായ കുടിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഒരു പഴംപൊരി നമ്മൾ ഹിബ സക്സസ്ഫുള്ളി ഈറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ ഉള്ളത്? ബൂസ്റ്റ് കുടിച്ചോ? ഓക്കെ, ആയിരുന്നൊരു മുട്ട ബജി എടുത്താ. എനിക്കൊരു ചായ കുടിക്കാനായി കൊടു എടേ. ഇങ്ങനെ തന്നെയല്ലേ വെക്കാൻ ഉദ്ദേശിച്ചേ? കറക്റ്റില്ലേ? അപ്പൊ ഹിബക്ക് സൂപ്പർ മാർക്കറ്റിലൊന്നും പോകണ്ട, ഏതെങ്കിലും ഒരു ലോങ് ടീഷർട്ട് ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞപ്പോ ഇവിടെ കുറെ ഡ്രസ്സൊക്കെ കാണുന്നുണ്ട് സൈഡില്. പോണോയ്ക്ക് ഇവിടെ നിന്ന് മതിയോ അല്ലെങ്കിൽ ട്രെൻഡ്സ് പോണോ? എന്നാ ഈ പോയി നോക്കിട്ട് വാ. അപ്പൊ ഞാൻ യാരനെ ഞാൻ പിടിച്ചോളാം. ഓക്കെ, ഗൈസ് ഹിബ പോയിട്ടുണ്ട്. ഞാൻ എന്തൊക്കെ ആയിട്ടാ വരാന്ന് പഠിച്ചോനറിയാം. നോക്കി ആന കരിമുങ്കാട്ട് കേറിയ പോലെ ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിലൊക്കെ ഹിബ കേറിയാല്. ഞാനും നല്ല ഉറക്ക ഗൈസ്. അപ്പം ഞാൻ ഹിബനെ കരുത്തി കൂട്ടി ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി വിട്ടതാട്ടോ. ബിക്കോസ് എന്താ വെച്ചാൽ ഇന്ന് ഞാൻ ഹിബക്ക് നല്ലൊരു പണി കൊടുക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ കുറേ കാലമായി ഹിബനെ പ്രാങ്ക് ചെയ്തിട്ട്. അപ്പം ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ രാത്രി ഒരു സമയമാകുമ്പോൾ ഹിബക്ക് ഇപ്പോൾ പ്രായത്തിന് ഭയങ്കര പേടിയാണ്. നമ്മൾ അന്നൊരു ദിവസം ഒരു കഥ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കഥയും കേട്ട് ഹിബക്ക് ഭയങ്കര പേടിയാണ്. പ്രായത്തിൻ്റെ സിനിമ കാണൂല. നെറ്റ്ഫ്ലിക്സിൽ ഞാൻ പ്രായത്തിൻ്റെ സിനിമ കാണുമ്പോഴും അങ്ങോട്ട് വരുമൊന്നുമില്ല. അങ്ങനത്തെ ഒക്കെ ഒരു സീനാണ് ഹിബക്കുള്ളത്. പ്രേതോ ഏതെങ്കിലും ഒരു പ്രേതപ്പടം പഠിച്ചാൽ അപ്പോൾ കണ്ണും പൊട്ടി കിടക്കും. പിന്നെ അത് മാത്രമല്ല ഇപ്പം ഹിബ ലൈറ്റ് ഇട്ടിട്ട് മാത്രമേ റൂമിൽ കിടക്കുള്ളൂ. അന്നൊരു കഥ കേട്ടതിന് ശേഷം ഇപ്പോൾ ലൈറ്റ് പോലും ഓഫാക്കില്ല. അത്രയും പേടിയാണ് പ്രായത്തിന്. അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു പണി കൊടുക്കാൻ വേണ്ടി നമ്മൾ കുറേ ആയാലും പ്രാങ്കൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ചെറിയൊരു പണി കൊടുക്കാം. അപ്പോൾ ആദ്യം വീട്ടിലെത്തട്ടെ, എന്നിട്ട് ഞാൻ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഹിബ എന്തായാലും ഡ്രസ്സൊക്കെ എടുത്ത് വരട്ടെ. എനിക്ക് അവിടുന്ന് ഒരു ഡ്രസ്സും കിട്ടിയിട്ടില്ലേ? അവിടെ പോയിട്ട് എന്തെങ്കിലും 18 കൂടെ പോകുന്നു. ഇവിടെ ഇനി എന്താ ഉള്ളത്? അപ്പൊ അങ്ങനെ ഹിബനെ നമ്മൾ ട്രെൻഡ്സിൽ എത്തിച്ചിട്ട് വേഗം എടുക്കും. എനിക്ക് കുറെ പണിയുണ്ട് വീട്ടിൽ പോയിട്ട് ഒരുപാട് പരിപാടികളുള്ള ആ സാരില്ല. ഞാൻ ഒറ്റക്കൊക്കെ എടുത്ത് പഠിക്കേ. പൊരിഞ്ഞ മഴ ഗൈസ്, ഒരു രക്ഷയില്ലാത്ത മഴ കേട്ടോ പെയ്യുന്നത്. ഓ, നമ്മക്ക് രണ്ടാക്കും ഇവിടെ ഇരിക്കാട്ടോ. ഓക്കെ, അമ്മ അതിൻ്റെ ഉള്ളിൽ എവിടെയോ ഷോപ്പ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. ഇനിയിപ്പോൾ എത്ര ഷോപ്പിൽ ഞാൻ കയറേണ്ടി വരുമോ കടച്ചോനറിയാം. ശിവ നോക്ക് കൊട്ടി കരിയിൽ. കമോൺ മതി മതി ഗൈസ്. ആ വൈബ് ഇങ്ങനെ നോക്കൂ. ഓ മൈ ഗോഡ്, പിള്ളേര് കളിക്കണോ ഹിബ? ഫുട്ബോള് കണ്ടോ? വേറെ മൂഡ് ഗൈസ്, രക്ഷയില്ല. ആ മഴത്ത് ഇങ്ങനെ നല്ല പച്ചപ്പുള്ളൊരു ഗ്രൗണ്ടാട്ടോ അത്. അവിടുന്ന് ഇങ്ങനെ ഫുട്ബോൾ കളിച്ചോണ്ട് പൊളി, ഒരു രക്ഷയില്ല. കണ്ടിട്ട് അസൂയായി പോയി സത്യം പറഞ്ഞാൽ. ഒരു അസൂയ വന്നായി. വരൂ സഹോദരി. അള്ളാമാണ്. വാ പോര്. ദാ ഭംഗി ഇപ്പൊ കാണാൻ. പൊളി. അപ്പോൾ നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് മറ്റേ പരിപാടി തുടങ്ങി. ഏത്? ഹിബനെ പേടിപ്പിക്കാനുള്ള പരിപാടി. അപ്പോൾ അതിന് ആദ്യമായിട്ട് കുറച്ച് മേക്കപ്പ് ഒക്കെ വേണം. നല്ല ഹെവി ആയിട്ട് പേടിപ്പിക്കണം. ഇവർക്ക് കുറേ കാലമായല്ലോ നമ്മൾ പണിയൊക്കെ കളിച്ചിട്ട്. ഭയങ്കര ഡയലോഗടിയൊക്കെയാണ് ഇപ്പോൾ. മദറാണ്, മമ്മിയാണ്, മറ്റേതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഫസികാക്ക് ഒരു പണി കൊടുക്കൂല, അവിടെ നിൽക്കുകയാണ്. എനിക്ക് എൻ്റെ കുട്ടീനെ നോക്കണം. അതാണ് ഇതാ വെറും സീനാക്കലാണ്. ഒരു പണി നമ്മൾക്ക് എന്തായാലും കൊടുത്തിരിക്കണം. അപ്പോൾ ഞാൻ നല്ല മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ഒന്ന് സെറ്റായിട്ട് വരട്ടോ. ഇതിപ്പോൾ എങ്ങനെ ചെയ്യാമെന്നുള്ള രക്ഷിക്കണം ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മളൊരു സെറ്റിങ്. ഇനി ഇതിൽ മുഖത്തൊക്കെ എന്തെങ്കിലും പൗഡറൊക്കെ വായി തെച്ചൊന്ന് പേടിപ്പിക്കുന്ന രൂപത്തിലേക്ക് ആക്കാം. ഫസ്റ്റ് നമുക്കിത് പൗഡർ യൂസ് ചെയ്യട്ടോ. പൗഡറിനൊന്നും പവർ ഇല്ലല്ലോ ഗൈസ്. ഇത് ഹിബൻ്റെ പൗഡറാണ്. മിക്കവാറും ഓളിനെ സീനാക്കലാവും. പുതിയ പൗഡറോ? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇതല്ലേ കൺമശി ഐലൈനർ. ഇതെന്താ ഐലൈനർ പെന്നോ? എന്തൊക്കെ സാധനങ്ങളുണ്ട്. തൽക്കാലം നമുക്കിത് യൂസ് ചെയ്യാം. ഇങ്ങനെ തുറക്കാം. ഓക്കെ,
പ്രേതം ബാക്കിൽ വേറെ ഉണ്ടോ? ഒച്ചുംപുളിയൊക്കെ കേൾക്കണം. ഓ ഗൈസ്, ഞാൻ ഫുള്ള് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. ഞാൻ കണ്ണാടി നോക്കി ചെയ്യട്ടോ. എങ്ങനെയുണ്ട് ഗൈസ്? പൊളിച്ചില്ല? വേലക്കിറ്റ പോലല്ലേ? ഇവിടെ പൂച്ച മാന്തി വിചാരിച്ചോളും. അപ്പോൾ എന്തായാലും ഗൈസ്, ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ഇനി നമുക്കിതാ ഇതിൻ്റെ മേലെ കയറിയിരിക്കണം കേട്ടോ. അതാണ് എൻ്റെ എയിം. എനിക്ക് ഈ അൾമാറിൻ്റെ മേലെ കയറിയിരിക്കണം. ഇപ്പം ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അങ്ങോട്ടേക്ക് വന്നിട്ട് അങ്ങോട്ടേക്ക് നോക്കണതാ. ഈ ഒരു സീനിൽ ഇപ്പം ഞെട്ടണം. ഞാൻ അവിടെ കയറിയിരിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ലാഡറൊക്കെ വേണം. ലാഡർ വേണ്ടാണ്ട് എടുത്തിട്ട് ഞാൻ ചെയ്യാം. എന്നിട്ട് ഹിബനെ ഫോൺ ചെയ്തിട്ട് ഇങ്ങോട്ട് വരുത്തട്ടോ. നിന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് പേടിയാവുന്നുണ്ടോ എന്നുള്ളത് എന്തായാലും കമൻറ്റും ചെയ്യണേ. കമൻറ്റ് ചെയ്യണേ. നമ്മുടെ ഈ ചെറിയൊരു ബൾബ് കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇത് കത്തിച്ച് വെച്ചാലേ കുറച്ചും കൂടി നൈസാവുള്ളൂ. എന്നാലും അവൾ പേടിക്കും കേട്ടോ. ഈ ലൈറ്റും കത്തിച്ച് വെച്ച് ആ ലൈറ്റും കത്തിച്ച് വെച്ച് നമുക്ക് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇവനെ വിളിക്കാം. മേലെ കയറാം, മേലെ. ഗൈസ്, ഇവനെ ഫോൺ ചെയ്യാൻ മറന്നുപോയി. ഇതെടുക്കണം. ഗൈസ്, അപ്പോൾ ബാത്റൂമിൽ വെള്ളം തുറന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ആകെ വേർത്ത് മേക്കപ്പ് പോയെന്ന് തോന്നുന്നു. ഇല്ലല്ല, പോയില്ല. ഗൈസ്, ഇനി ഒന്നുകൂടി കയറണേ. ഗൈസ്, ഇനി നമുക്ക് ഇവനെ വിളിക്കാം. ഹലോ, നീ എവിടെ? ഒന്ന് മേലോട്ട് വാ. ആ ബാത്റൂമിലാണ്. വെള്ളമില്ല തോന്നുന്നു. ഇവിടെ കറണ്ട് പോയിക്കിന്. ഇതിപ്പോൾ ഇൻവേർട്ടറിലാട്ടോ വർക്ക് ചെയ്യുന്നത്. എന്തേ? പേടിച്ചില്ല? ശരി, അത് വെറുതെ ആയോ? ശരിക്കും പ്രേതാ? വെറുതെ ഞാൻ എത്ര കഷ്ടപ്പെട്ട് ചെയ്താണ്. എന്ത് ഊള റിയാക്ഷൻ എനിക്ക് മനസ്സിലായി. ഞാനൊന്ന് പണ്ടാട ഇനി മേലാൽ സീനായി ഗൈസ്. നോക്ക്, വേർത്തിട്ട് മേക്കപ്പ് ഒക്കെ പോയി. ഫിക്സിംഗ് സ്പ്രേ ഒക്കെ അടിക്കണ്ടേ? എന്താണ് അതൊക്കെ? എന്താ സാധനം? ആദ്യേ പറയണ്ടേ? എന്നോടൊന്ന് ചോദിക്കണ്ടേ? ഞാൻ ഇതിന്റെ എത്ര മേക്കപ്പ് സാധനങ്ങൾ ചെയ്യുന്ന ആളാണ്. ഇതിപ്പോ എന്താ ഗൈസ്, പൂച്ച മാന്തിയ പോലായി. ഈ ഫാസിക്കാക്ക് ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കണേ? ഫാസിക്കാക്ക് ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കണേ? ഒരു പ്രാങ്ക്. ഇതൊക്കെ നിർത്തിക്കൂടാ മോനെ. വൈബില് പ്രാങ്ക് നല്ല രസമുണ്ട്. എന്തായാലും സൂപ്പർ. ഇതൊക്കെ പോവില്ല. വാട്ടർ പ്രൂഫാ? അടിപൊളിയാണ്. ഡോണ്ട് റിപ്പീറ്റ്. കാര്യം എനിക്ക് പ്രേതത്തിനൊക്കെ പേടിയാണ്. ഞാൻ എപ്പോഴും കടക്കുമ്പോഴൊക്കെ കട്ടിന്റെ അടിയിലൊക്കെ ഞാൻ നോക്കിയിട്ടാ കിടക്കല്. പക്ഷേ ഫസ്റ്റിക്ക് അങ്ങനെ കണ്ട പ്രേതായിട്ട് തോന്നില്ല. ഫസ്റ്റിക്കൊക്കെ സ്വീറ്റ് അല്ലേ?
അതാണ് പ്രശ്നത്തിന്റെ മുഖം ഭയങ്കര ക്യൂട്ടായി കളിയാക്കണ പോയിക്കോ അപ്പൊ ഗൈസ് ഫസ്കാക്കിന്റെ വീഡിയോ എല്ലാരും ലൈക്ക് അടിച്ചു കൊടുക്കുക. ഈ ഒരു അറ്റംപ്റ്റിന് മോനെ ഇതിന് ലൈക്കുകളുടെ പൂരം വരേണ്ടതാണ്. എന്തായാലും ഈ മുഖത്തിന് ഒരു ലൈക്ക് അടിച്ചു കൊടുക്കണേ. ചിരിച്ച് കേറി വാട വെക്കണേ. സൂപ്പർ വീഡിയോ ആയിരുന്നു. കുറെ കാലങ്ങൾക്ക് ശേഷം ഫസ്കാക്കിന്റെ പ്രാങ്ക് പക്ഷെ ക്രൂങ്കായിപ്പോയി. വളരെയധികം ചീറ്റിപ്പോയിരുന്നു. അപ്പൊ ഗൈസ് ബൈ.